മാർക്ക് ആന്ദ്രെ ടെർ സ്റ്റെഗൻ ഇനിയൊരു കാലയളവ് വരെ കാറ്റലോണിയൻ പടയുടെ ഗോൾ വലക്ക് മുമ്പിൽ കാവൽഭടനായി ഉണ്ടാവില്ല. 1.5 വർഷത്തിനിടെ തന്നെ വേട്ടയാടിയ പരിക്കിന്റെ കുരുക്കിൽപ്പെട്ട് ഫ്ലിക്കിന്റെ 11-ൽ ഇടം നേടാനാവാതെ പോയ ആ ജർമ്മൻകാരൻ ലോൺ അടിസ്ഥാനത്തിൽ കൂടുമാറാൻ ഒരുങ്ങുകയാണ്. സീസണിലെ ശേഷിക്കുന്ന കാലയളവിൽ ജിറോണയിലേക്ക് ചേക്കേറാനാണ് താരം തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഗോൾ കീപ്പർ ടെർ സ്റ്റെഗന്റെ ശമ്പളമായിരിക്കും ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഉയർത്തുക. ജിറോണക്ക് ഏകദേശം 1 മില്യൺ മാത്രമേ താങ്ങാനാവൂ. ആയതിനാൽ ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ശമ്പളത്തിൽ ഭൂരിഭാഗവും നൽകാൻ ബാഴ്സലോണ തയ്യാറായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2026 വേൾഡ് കപ്പിനെ അപേക്ഷിച്ചാണ് ഇത്തരമൊരു കൂടുമാറ്റം അത്രമേൽ അയാൾക്ക് നിർബന്ധമാകുന്നത്. ജർമ്മനിയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ റൂഡി ടെർ സ്റ്റെഗനോട് പറഞ്ഞത് പ്രകാരം വേൾഡ് കപ്പിന് മുമ്പ് തങ്ങളുടെ ഗോൾ കീപ്പർ കളിക്കളത്തിൽ സ്ഥിരതയുള്ളവനാവണം, അല്ലാത്തപക്ഷം ആദ്യ 11-ൽ ഞങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ടെർ സ്റ്റെഗനോട് ഒരു കൂടുമാറ്റത്തിന് ഒരുങ്ങാൻ ദേശീയ ടീം മാനേജ്മെന്റ് അറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രമുഖ ക്ലബിൽ കളിക്കണമെന്ന വസ്തുതയൊന്നും അവർ വെച്ചിട്ടില്ല. കളിക്കളത്തിലെ സ്ഥിരമുഖമായിരിക്കണം എന്ന വാഗ്ദാനം മാത്രമേയുള്ളൂ. എല്ലാ അർത്ഥത്തിലും ജിറോണ തന്നെയായിരിക്കും ശരി. ദേശീയ ടീമിൻ്റെ പുതുപതിപ്പിൽ അയാൾക്ക് അയാളുടെ മുഖമുദ്ര ചാർത്തേണ്ടതുണ്ട്. അതിനെന്ത് വില കൊടുത്തും ഒരുങ്ങാൻ അയാൾ തയ്യാറുമാണ്. മെഡിക്കൽ റെക്കോർഡുകളെ ചൊല്ലിയുള്ള തർക്കവും ക്ലബ്ബ് അദ്ദേഹത്തിൻ്റെ സാഹചര്യം കൈകാര്യം ചെയ്ത രീതിയും തകർച്ചയിലേക്ക് നയിച്ചു. ശസ്ത്രക്രിയ, ഉയർന്ന വേതനം, 1-ാം നമ്പർ സ്ഥാനത്തേക്ക് യുവ ഗോൾ കീപ്പർ ജോവാൻ ഗാർസിയുടെ സ്ഥാനക്കയറ്റം ഈ കാര്യങ്ങൾ ബന്ധം വഷളാക്കുന്നു. ലാലിഗയുടെ സാമ്പത്തിക ഫെയർ പ്ലേ നിയമങ്ങൾക്കായി ബാഴ്സലോണക്ക് തൻ്റെ പരിക്ക് ഉപയോഗിക്കാൻ അനുവദിക്കുന്ന രേഖകളിൽ ഒപ്പിടാൻ അദ്ദേഹം വിസമ്മതിച്ചതിനെ തുടർന്ന് സംഘർഷം രൂക്ഷമായി. ഇത് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി നഷ്ടമുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൊണ്ടെത്തിച്ചു. ഹാൻസി ഫ്ലിക്കിന്റെ ബാഴ്സയിൽ ഇനിയൊരു ഇടം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയാണ് താരം ഇത്തരമൊരു നീക്കത്തിനൊരുങ്ങുന്നത്. കഴിഞ്ഞ കോപ്പ ഡെൽ റേയിൽ റൈസിനെതിരെയുള്ള മത്സരത്തിൽ താരത്തിന്റെ സ്ഥാനം ബെഞ്ചിൽ തന്നെയായിരുന്നു. 2-ാം ഡിവിഷൻ ടീമായിട്ട് പോലും ടെർ സ്റ്റെഗന്റെ സ്ഥാനം ബെഞ്ചിലായിരുന്നു. ഓരോ മത്സരങ്ങൾക്ക് ശേഷവും ജോവാൻ ഗാർസിയോടുള്ള വിശ്വാസം കൂടുന്ന അവസ്ഥയിൽ എന്തുകൊണ്ടും ടെർ സ്റ്റെഗൻ എടുത്ത തീരുമാനം അത്രയും മികച്ചതാണ്. പക്ഷേ ചരിത്രങ്ങൾക്ക് വിശ്രമമില്ലല്ലോ. അയാൾ കാറ്റലോണിയൻ പടക്ക് കാവലാളായി അവതരിച്ച ഓരോ നിമിഷങ്ങളും എത്ര സുന്ദരം, അതിലേറെ മനോഹരം. അർജന്റീനക്കാരൻ പൗലോ ഗസിനിഗയാണ് നിലവിൽ ജിറോണയുടെ ഗോൾ കീപ്പർ. ടെർ സ്റ്റെഗനെ പോലൊരു താരം വരുമ്പോൾ ഗസിനിഗ 2-ാം ഗോൾ കീപ്പർ സ്ഥാനത്തേക്ക് മാറേണ്ടി വരും. തൻ്റെ കരിയറിലെ പരിചയവും നിലവാര സമ്പത്തും വെച്ച് നോക്കുമ്പോൾ ജിറോണയെ പോലൊരു ടീമിൽ അദ്ദേഹം സ്വാഭാവികമായും 1-ാം സ്ഥാനത്തെത്തും. ജിറോണയുടെ പരിശീലകൻ മിഷേൽ അദ്ദേഹത്തിൻ്റെ കളിശൈലിയെ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. ലോകോത്തര നിലവാരമുള്ള ഒരു കീപ്പറെ ടീമിലെത്തിക്കുന്നത് അവരുടെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്ന് അവർ കരുതുന്നു. നമുക്കറിയാം, ടെർ സ്റ്റെഗൻ തൻ്റെ കീപ്പിംഗ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. സ്വീപ്പർ കീപ്പറായിട്ടാണ് അദ്ദേഹത്തെ കളിക്കളത്തിൽ കാണാൻ സാധിക്കുക. കേവലം ഗോൾ തടയുക എന്നതിലുപരി ടീമിൻ്റെ ആക്രമണങ്ങൾക്കും പ്രതിരോധത്തിനും ഒരുപോലെ സഹായിക്കുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെത്. 2014 മുതലാണ് ബ്ലോഗ്രാന ജേഴ്സിയിൽ ആ ജർമ്മൻകാരനെ നമ്മൾ കണ്ടുവരുന്നത്. ഷോട്ട് ഉതിർക്കുന്നത് ആരാകട്ടെ, പന്തിൻ്റെ വേഗത എത്രയാവട്ടെ, അയാൾക്ക് മുന്നിലെല്ലാം സമമായിരുന്നു. 13 വർഷം പിന്നിട്ട ബാഴ്സയുടെ ജേഴ്സിയിൽ അയാൾക്ക് ഒരുപാട് നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട്. 5 ലാലിഗ ടൈറ്റിൽസ്, 2014-15 ചാമ്പ്യൻസ് ലീഗ്, 2015 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്, അതേ വർഷം യുവേഫ സൂപ്പർ കപ്പ്. ക്ലീൻ ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ 22-23 സീസണിൽ സമോറ ട്രോഫി, 22-23 സീസണിൽ തന്നെ പ്ലെയർ ഓഫ് ദ ഇയറായി ടെർ സ്റ്റെഗനെ തിരഞ്ഞെടുത്തു. ഗോൾ കീപ്പർമാർക്ക് അപൂർവമായി ലഭിക്കുന്ന ഈ അവാർഡ് വരെ തൻ്റെ പേരിൽ കുറിച്ചു. നേട്ടങ്ങളെ വാരിക്കൂട്ടി തൻ്റെ സീസണിലെ സുവർണ കാലഘട്ടം ആസ്വദിക്കുമ്പോഴാണ് കാലൻ്റെ വേഷത്തിൽ പരിക്ക് പിടികൂടുന്നത്. പിന്നീട് കളിക്കളത്തിലെ സ്ഥിരത നഷ്ടപ്പെട്ടു. ഏകദേശം 1.5 വർഷത്തോളം കാലയളവാണ് അയാൾക്ക് പുറത്തിരിക്കേണ്ടി വന്നത്. ജിറോണയിലേക്കുള്ള ഈ ഒരു കൂടുമാറ്റം എല്ലാ അർത്ഥത്തിലും ടെർ സ്റ്റെഗന് തൃപ്തമാകുന്ന ഒന്നാണ്. വരും ദിവസങ്ങളോടുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇനി ആ 33-കാരൻ ജിറോണയുടെ ഗോൾ വലക്കു മുമ്പിൽ ചരിത്രങ്ങൾ സാക്ഷി പറഞ്ഞ തൻ്റെ കൈകളാൽ കാവൽഭടൻ്റെ വേഷമണിയും. കഴിഞ്ഞുകടന്ന പ്രതാപത്തെ വീണ്ടെടുക്കണം, പഴയ ഉശിരോടെ തിരിച്ചു വരണം. ആരാധകർ ഒരിക്കൽ കൂടെ തന്നെ പുകഴ്ത്തണം. തന്നിലെ രക്ഷാധിപത്യം അവസാനിച്ചില്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നണം.